നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ അസ്ഥിരതയിലേക്ക് നയിച്ചത് അമേരിക്കൻ ഇടപെടലാണെന്നാണ് ഇറാന്റെ വാദം. ടെഹ്റാൻ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയാൽ അമേരിക്ക ഇറാനുമായി യുദ്ധത്തിലേർപ്പെടുമെന്ന് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഞങ്ങളുടെ ഏറ്റവും ശക്തമായ പങ്കാളിയാണ് ഇസ്രയേൽ എന്നാണ് ബൈഡൻ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇസ്രയേലിനെ സംരക്ഷിക്കുമെന്ന നിലപാട് കഴിഞ്ഞ ദിവസവും US ആവർത്തിച്ചു. വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി ഇസ്രയേലിനെ സംരക്ഷിക്കാൻ മേഖലയിൽ തങ്ങൾക്ക് നിരവധി സന്നാഹങ്ങൾ ഉണ്ടെന്ന് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തു. നേരത്തെ പടക്കപ്പലുകളും പോർവിമാനങ്ങളും ഒക്കെ അയച്ച് സന്നാഹങ്ങളെല്ലാം കൂട്ടി US മേഖലയിലേക്ക് എത്തിയിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ വോട്ടിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടം വിട്ടുനിന്നതും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഏപ്രിൽ 13 ഇറാൻ ഇസ്രയേലിന് നേരെ 300-ലധികം മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിരുന്നു. ഈ മേഖലയിൽ ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണവും ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണവുമായിരുന്നു ഇത്. ഇസ്രയേലിന് കരുത്തു പകരാൻ അമേരിക്ക പിന്നിലുണ്ട്. ഇറാൻ യുദ്ധക്കളത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങാൻ ഭയക്കുന്നതിന്റെ കാരണവും അമേരിക്കയാണ്. ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിൽ കവചം തീർത്തിട്ടുണ്ട് US. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഏപ്രിൽ 13 ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശത്തെ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കിയിരുന്നു. എന്നാൽ ലബനനിലെ ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണി, ഡ്രോണുകളും മിസൈലുകളും തടയാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെയും വെല്ലുവിളിക്കുന്നുണ്ട്. ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്നതും അവരുടെ വിശാലമായ ആയുധ ശേഖരവുമാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നത്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭീഷണി ഇസ്രയേലിന്റെ മേലുള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിച്ചു. ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും അമേരിക്ക ആവർത്തിക്കുന്നു. ഹനിയയെ വധിച്ചതിന് പിന്നിൽ ഇസ്രയേലിന് അമേരിക്കൻ പിന്തുണയുണ്ടെന്ന് ഇറാൻ വാദിക്കുന്നു. അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രയേലിന്റെ ഓപ്പറേഷനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്നാണ് ഇറാൻ പറയുന്നത്. ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്ക് നേരെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേൽ ഏറ്റവും ഒടുവിലായി ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ അൽ തബീൻ സ്കൂളിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. ഇത് കൂട്ടക്കൊലയാണെന്ന് ഇറാൻ പറയുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് അഭയാർത്ഥികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്രയേലിന്റെ ക്രൂരകൃത്യത്തിനെതിരെ ലോകരാജ്യങ്ങൾ വലിയ പ്രതിഷേധമാണിപ്പോൾ ഉയർത്തുന്നത്. ഇത്തരം കൂട്ടക്കൊലകൾക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്കെതിരെയും വലിയ വിമർശനവുമായി ഇറാൻ രംഗത്തുണ്ട്. അമേരിക്കയുടെ പിന്തുണ അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ആയുധം നൽകുന്നതടക്കം ഇസ്രയേലിനെ അമേരിക്ക സഹായിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കുകയാണെന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും അവകാശപ്പെടുന്നത്. എന്നാൽ പലസ്തീനികൾ കാണുന്നത് മരണവും കുടിയിറക്കവും നിരാശയുമാണെന്ന് അറബ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹസ്ഥാപകനും പ്രസിഡന്റുമായ ജെയിംസ് സോഗ്ബി പറഞ്ഞിരുന്നു. പരിഹാസ്യമായ ഈ അഭിനയം അവസാനിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. വെടിനിർത്തലും സമാധാനവും ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതെന്നും ജെയിംസ് സോഗ്ബി ചോദിച്ചിരുന്നു.